കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കരൂരിലെ ദുരന്തം തന്നെയാണ്. ഇപ്പോൾ മരണസംഖ്യ 41 ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ ചികിത്സയിലാണ് എന്നുള്ളത് തന്നെയാണ് ആശങ്കയുണർത്തുന്നത്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആ ഒരു അപകടത്തെക്കുറിച്ച്. സെപ്റ്റംബർ 27 ശനി, അതായത് 2 ദിവസം മുമ്പ് ആണ് ഈ നാടിനെ ആകെ നടുക്കിക്കൊണ്ടുള്ള ആ ഒരു അപകടം സംഭവിക്കുന്നത്. അന്ന് 2 പരിപാടികളാണ് വിജയുടെ തമിഴക വെട്രിക്കഴകം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ പരിപാടി നാമക്കലിലായിരുന്നു. അതായത് രാവിലെയും ഉച്ചയ്ക്കുമായാണ് ഈ 2 പരിപാടികൾ നടക്കേണ്ടിയിരുന്നത്. ആദ്യത്തേത് നാമക്കൽ എന്ന സ്ഥലത്ത് രാവിലെ 8:45 ആ പരിപാടി നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം തൃച്ചിയിലെത്തിയത് രാവിലെ 9:30. 8:45 നടക്കേണ്ട പരിപാടിയായിരുന്നു. എന്നാൽ വിജയ് തൃച്ചി വിമാനത്താവളത്തിലെത്തിയത് 9:30, അതായത് 3/4 മണിക്കൂർ വൈകിയിട്ടുണ്ടായിരുന്നു. ഇനി നാമക്കലിലെത്തിയത് എപ്പോഴാണ് എന്ന് പരിശോധിക്കാം. ഉച്ചയ്ക്ക് 2:45 കൂടിയാണ് നാമക്കലിലെ പരിപാടിക്കായി അദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പോൾ പരിപാടി നടക്കാൻ വീണ്ടും വൈകുമല്ലോ. നാമക്കലിലെ പരിപാടി ആരംഭിച്ചത് വൈകിട്ട് 3 മണിക്ക്. രാവിലെ 8:45 നടക്കേണ്ട പരിപാടിയാണ് വൈകിട്ട് 3 മണിക്ക് നടക്കുന്നത്. 6.25 മണിക്കൂർ വൈകിയാണ് ആ പരിപാടി തുടങ്ങുന്നത് തന്നെ. പിന്നീട് നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 പരിപാടികളാണ് ഉണ്ടായിരുന്നത്. 45 മിനിറ്റ് നീണ്ട നാമക്കലിലെ പരിപാടി അവസാനിച്ചതിന് ശേഷം 3:45 അദ്ദേഹം കരൂരിലേക്ക് തിരിക്കുന്നു. രണ്ടാമത്തെ പരിപാടി നടക്കേണ്ടത് കരൂരിലായിരുന്നു. ഈ കരൂരിലെ പരിപാടി പിന്നീട് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് കരൂരിലെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിജയ് വൈകിയതിനെ തുടർന്ന് ആ പരിപാടിയും വൈകുകയായിരുന്നു. വിജയ് എത്തിയത് വൈകിട്ട് 7 മണിക്ക്. 1 മണിക്ക് നടക്കേണ്ട പരിപാടിക്കായി വിജയ് എത്തിയത് 7 മണിക്കായിരുന്നു. ഏകദേശം 6 മണിക്കൂറായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകരും അണികളും ഒക്കെ തന്നെ. കരൂരിലെ ഈറോഡ് വേലുസ്വാമിപുരത്താണ് ഈ റാലി ക്രമീകരിച്ചിരുന്നത്. അവിടെയാണ് ഈ അപകടം നടന്നത്. പലതരത്തിലുള്ള വീഴ്ചകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അനുമതിയോടെയാണോ ഈ റാലി നടന്നത് എന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് നിലനിൽക്കുന്നത്. അനുമതി നൽകിയത് 10,000 പേർക്കായിരുന്നു. ഇതിനു മുമ്പും വിജയുടെ റാലിക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അനുമതി ഇല്ലാതെ തന്നെ അദ്ദേഹം പരിപാടി നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ചത് കരൂരിലെ റാലിക്ക് അനുമതി ഉണ്ടായിരുന്നോ എന്ന് തന്നെയായിരുന്നു. 60,000 പേർക്കുള്ള അനുമതി തേടിയിരുന്നു എന്നും എന്നാൽ 10,000 പേർക്കുള്ള അനുമതി അധികൃതർ നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു TVKയുടെ വിശദീകരണം. എത്തിയത് 50,000-ഓളം പേർ. അതായത് 10,000 പേർക്ക് അനുമതി നൽകിയെന്ന് പറയുമ്പോഴും ഏകദേശം 50,000-ലധികം ആളുകൾ ഈ റാലിക്കായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അപകടത്തിന് പിന്നാലെ തങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മൽ കരൂരിലെ ഈ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സാജിദ് അവിടുത്തെ സാഹചര്യം വിലയിരുത്തി ആദ്യം പറഞ്ഞത് ഇത്രയധികം പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതി അവിടെ ഇല്ല എന്നാണ്. അതായത് 10,000 പേരെ പോലും ഉൾക്കൊള്ളാനാകാത്ത സ്ഥലത്താണ് 50,000-ന് മുകളിൽ ആളുകൾ എത്തിയത്. അവിടെ തന്നെ സംഘാടനത്തിലെ വീഴ്ച വ്യക്തമാണ്. സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത് 500 പോലീസുകാർ മാത്രം. 10,000 പേർക്കുള്ള അനുമതി നൽകിയെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും സുരക്ഷയും കൂടി അവിടെ കാണേണ്ടതാണല്ലോ. പക്ഷേ ഇല്ല, അതും അവിടെ ഉണ്ടായിട്ടില്ല. വെറും 500 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ 10,000 പേരെ നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. വീഴ്ചയില്ല എന്ന് പോലീസ് എത്ര തന്നെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും അവിടെയും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തം. വലിയൊരു അപകടം. 7 മണിയോടെയാണ് വിജയ് സ്ഥലത്തെത്തുന്നത്. കഴിഞ്ഞ 6 മണിക്കൂറായി അദ്ദേഹത്തെ കാണാനായി അക്ഷമരായി നിൽക്കുന്ന ജനങ്ങളാണ് എന്ന കാര്യം ഓർക്കണം. വിജയ് എത്തിയപ്പോൾ ആരാധകർ അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് ഇരച്ചുകയറുന്നു. പലരും അപ്പോൾ തന്നെ ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴൊന്നും വിജയ് പ്രസംഗം നിർത്തുന്നില്ല. അത് പല ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. തിക്കിലും തിരക്കിലും ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും പ്രായമായവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മണിക്കൂറുകളായി, വ്യക്തമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് അവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. അസഹനീയമായ വെയിലത്ത് മണിക്കൂറുകളോളം നിൽക്കുന്നവരാണ്. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ നിൽക്കുന്നവരാണ്. പലരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ആ സമയത്താണ്. വൈകിട്ട് 7:30 സ്ഥിതിഗതികൾ വഷളാകുന്നു. സാഹചര്യം മനസ്സിലാക്കിയ വിജയ് ക്ഷീണിതരായ ആളുകൾക്ക് തന്റെ വാഹനത്തിൽ നിന്ന് വെള്ളക്കുപ്പികൾ എറിഞ്ഞു നൽകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്തത്. ആ വെള്ളക്കുപ്പികൾക്കായി ആളുകൾ തിരക്കുകൂട്ടുന്നു. വിജയുടെ വാഹനത്തിനടുത്തേക്ക് തിക്കി എത്തുന്നു. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ അതും ഒരു പരിധിവരെ കാരണമായി എന്ന് വേണം കരുതാൻ. അപകടത്തിന് പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, അതുമല്ലെങ്കിൽ TVK പ്രവർത്തകർ പറയുന്നത് പോലെ ഒരു ജനനായകൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല വിജയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. അവർക്കൊപ്പം നിന്ന് മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം അപകടത്തിന് പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് വിജയ് ശ്രമിച്ചത്. ഉടൻ തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പ്രാഥമിക ഘട്ടത്തിൽ 23 മരണം എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. 7:45 മാധ്യമങ്ങളിൽ ഈ ഒരു അപകട വാർത്ത വരുന്നത്. ആദ്യം 2 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്നാൽ നിമിഷങ്ങൾ പിന്നിടുമ്പോൾ മരണസംഖ്യ ഉയരുന്ന കാഴ്ചകൾ. ഒറ്റയടിക്ക് മരണസംഖ്യ 20 ഉയരുന്നു. പിന്നീട് അത് 40 കടക്കുന്നു. 100-ലധികം പേർ ആശുപത്രിയിൽ. ഇപ്പോഴും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയാണ്.
മരണസംഖ്യ ഉയരുന്നു. രാത്രി 11 മണിയോടെയാണ് മരണസംഖ്യ 34 എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഇന്നലെ അത് 40 ആകുന്നു. ഇന്ന് രാവിലെ ഒരാൾ കൂടി മരിച്ചതോടുകൂടി അത് 41 ആകുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിയന്തരമായി ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപകടത്തിന് പിന്നാലെ തന്നെ 2 മന്ത്രിമാരോട് ഉടൻ ആശുപത്രിയിലെത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകുന്നുണ്ട്. പിന്നീട് ആശുപത്രിയിലേക്ക് പോകും മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മരിച്ചവരുടെ കുടുംബത്തിനും ചികിത്സയിലുള്ളവർക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായമായി പ്രഖ്യാപിച്ചു. രാത്രി 11:15 ഒരു പ്രതികരണം TVKയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. 7:45 അപകടമാണ് എന്നോർക്കണം. അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. അവർ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത്. എന്നിട്ടും അവർക്കൊന്ന് പ്രതികരിക്കാൻ 3.5 മണിക്കൂർ സമയം വേണ്ടിവന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ FIR ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കരൂർ ദുരന്തത്തിൽ TVKയ്ക്കും അധ്യക്ഷൻ വിജയ്ക്കുമെതിരെ ഗുരുതര കുറ്റങ്ങളാണ് FIR-ൽ ചുമത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് തുടങ്ങേണ്ട റാലിയിൽ വിജയ് എത്തിയത് 4 മണിക്കൂർ വൈകിയാണെന്നും അത് മനഃപൂർവ്വം വൈകിയതാണ് എന്നുമൊക്കെ ഈ FIR-ൽ പരാമർശിക്കുന്നുണ്ട്. FIR-ന്റെ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് നജ്മ മജീദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നജ്മ, ഇപ്പോൾ FIR-ന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെ പരാമർശങ്ങൾ FIR-ലുണ്ട്? അമൃത, ഇന്നലെ മിനിഞ്ഞാന്ന് ശനിയാഴ്ച വൈകുന്നേരം കാരൂരിലുണ്ടായ TVKയുടെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമുണ്ടായ പരിപാടിയിലുണ്ടായ ദുരന്തത്തിൽ 41 ആളുകളാണ് നിലവിൽ മരണപ്പെട്ടത്. അതിന്റെ FIR ആണ് ഇന്ന് പുറത്തു വരുന്നത്. FIR-ൽ TVKയുടെ തന്നെ അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വിജയ് പരിപാടിയിലേക്ക് 4 മണിക്കൂറോളം വൈകിയെത്തി എന്നുള്ളതാണ്. പരിപാടി തീരുമാനിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണെങ്കിൽ അദ്ദേഹം എത്തുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ്. 4 മണിക്കൂറിലധികം സമയം വൈകിയാണ് എത്തിയിരിക്കുന്നത്. ആ വൈകിപ്പിച്ചതിന്റെ കാരണമായി പോലീസ് പറയുന്നത് വൈകും തോറും ആളുകളുടെ എണ്ണം കൂടും. ആ എണ്ണം TVKയ്ക്കുള്ള ആളുകളുടെ പിന്തുണയായി പിൻബലമായിട്ടൊക്കെ കണക്കാക്കും. അപ്പൊ ആ TVKയുടെ ഒരു അണികളുടെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ് അത്രയും സമയം വൈകിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, സംഘാടകർക്ക് നേരെയുള്ള ഒരു പരാമർശം, സംഘാടകരെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് FIR-ൽ പറയുന്ന മറ്റൊരു കാര്യം. അത് സംഘാടകർ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നുള്ളതാണ്. 10,000 ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിൽ 50,000-ത്തിലധികം ആളുകൾ വരുന്നു. സ്വാഭാവികമായും പരിമിതപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അതിനാവശ്യമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു, വെള്ളം ഏർപ്പെടുത്തണമായിരുന്നു. ഇതൊന്നും സംഘാടകർ ചെയ്തില്ല എന്നുള്ളതാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും സംഘാടകർ അത് ചെയ്തില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, പ്രവർത്തകർ മരത്തിലും ഷെഡിലും ഒക്കെ ആയിട്ടാണ് നിലയുറപ്പിച്ചിരുന്നത്. പിന്നീട് അത് ഷെഡുകൾ തകരുന്നു, മരം പൊട്ടി വീഴുന്നു. ഇതൊക്കെ ആളുകളുടെ പുറത്തേക്കാണ് വീഴുന്നത്. അങ്ങനെയും വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചു എന്നുള്ളതാണ്. അമൃത, നജ്മ, ഏറ്റവും പ്രധാനം ഈ ആളുകൾക്കുള്ള അനുമതി സംബന്ധിച്ച് തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പും വിജയുടെ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അനുമതി ഇല്ലാതെ തന്നെ പരിപാടി നടത്തിയ ചരിത്രവും അദ്ദേഹത്തിനും TVKയ്ക്കുമുണ്ട്. ഇപ്പോൾ FIR-ൽ ഇത്രയും കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഈ അനുമതിയെ സംബന്ധിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഈ TVK പറയുന്നത് 60,000 പേർക്കുള്ള അനുമതി തേടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ 10,000 പേർക്കുള്ള അനുമതിയാണ് നൽകിയത് എന്നൊക്കെയാണല്ലോ. ശരിക്കും അനുമതിയോടുകൂടി തന്നെയാണോ കരൂരിലെ ഈ പരിപാടി നടന്നത്? അനുമതിയോടെ തന്നെയാണ് പരിപാടി നടന്നത്. പക്ഷെ അത് 10,000 ആളുകൾക്കുള്ള അനുമതി മാത്രമാണ് പോലീസിന് നൽകിയിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം വരുന്നത്. എന്നാൽ അവിടെ 50,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. നേരത്തെയും വിജയുടെ പരിപാടികൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്രയും അധികം പലപ്പോഴും അനുമതി ഇല്ലാത്ത പരിപാടികൾ നടന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും TVKയുടെ പ്രവർത്തകർക്കും സംഘാടകർക്കും ഒക്കെ അറിയാം ഈ താരത്തിന്റെ ഒരു പരിപാടിക്ക് എത്രത്തോളം ജനങ്ങൾ വരാം എന്നുള്ള അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും. എന്നിട്ടും അതിന് വേണ്ട ഒരു ജാഗ്രത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം അറിയേണ്ടത് നജ്മ, ഇന്നലെ ഈ അപകടത്തിന് ശേഷം TVKയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഇത്തരത്തിലുള്ള സംഘാടനത്തിലെ പിഴവൊക്കെ മറച്ചുവെക്കുന്നതിനോടൊപ്പം തന്നെ പോലീസിലേക്ക് ആരോപണം നീട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മനഃപൂർവ്വമായിട്ടുള്ള ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്ന് TVK പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തി വീശി അല്ലെങ്കിൽ പ്രകോപനപരമായ പല നടപടികളും ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ പോലീസിന്റെ മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്താണ്? ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ TVK അത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതൊരു ഗൂഢാലോചനയാണ്, പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, 500-ഓളം പോലീസുകൾ മാത്രമാണ് പരിപാടി സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തിചാർജ് ഉണ്ടായിരുന്നു, ഉന്തും തള്ളും ഉണ്ടായിരുന്നു, കല്ലേറുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ TVK ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഉന്തും തള്ളും അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നും കൈകൊണ്ട് തള്ളുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം വന്നിരുന്നത്. ശരി.
നജ്മ മജീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഇപ്പോൾ എഫ്ഐആറിൽ വിജയ്ക്കെതിരെ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ തുടക്കം തൊട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടിയാണ് വൈകിട്ട് 7 മണിക്ക് നടക്കുന്നത്. 6 മണിക്കൂറാണ് ആ പരിപാടി വൈകിയത്. ഇത് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. കാരണം ആളുകളെ കൂട്ടാനുള്ള ഈ സമയം കൊണ്ട് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ആളുകളെ കൂടുതൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് TVKയുടെ ഭാഗത്ത് നിന്ന് വിജയുടെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് വിജയ് ഒരു ജനനായകനായി കഴിഞ്ഞ ദിവസം അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പൊതുജനത്തിന് മുന്നിലും ആ ഒരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ സ്ഥിരമായി ഇവർ പറയുന്നത് പോലെ TVK പറയുന്നത് പോലെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ജനനായകൻ എന്ന് പറയുന്നത് വെറും സിനിമയിൽ മാത്രം കാണേണ്ട ഒരു കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ അത് എളുപ്പമായിട്ടുള്ളൊരു സംഭവമല്ലല്ലോ. അത് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഇനിയിപ്പോൾ ഏത് രീതിയിലേക്കായിരിക്കും അന്വേഷണം അല്ലെങ്കിൽ തുടർ നടപടികളൊക്കെ കടന്നു പോകുന്നത് എന്ന്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടീക്കോട് പൂർണ്ണമാവുകയാണ്.